കഴിഞ്ഞ ജനുവരി 18 രാത്രിയിൽ വീട്ടിൽ സൂരജ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പിറ്റേന്ന് രാവിലെ വീട്ടിലെത്തിയ അമ്മ കാണുന്നത് ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. 24-കാരനായ തന്റെ ഇളയ മകന്റെ ഒരു കാൽപാദം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞെട്ടിപ്പോയ അമ്മ ഉടൻ തന്നെ ബന്ധുക്കളെ വിളിച്ച് മകനെ ആശുപത്രിയിലെത്തിച്ചു. ബിഫാം ബിരുദധാരിയായ യുവാവ് അമ്മ എത്തുന്നതിന് മുന്നേ തന്നെ പ്രാഥമിക ശുശ്രൂഷകളൊക്കെ സ്വയം സ്വീകരിച്ചിരുന്നു. പിന്നീട് കാര്യം തിരക്കിയപ്പോൾ യുവാവ് പറഞ്ഞത് രാത്രിയിൽ അജ്ഞാതരായ 2 പേർ തന്നെ ആക്രമിച്ചുവെന്നായിരുന്നു. ഇവരുടെ ആക്രമണത്തിന് പിന്നാലെ തന്റെ ബോധം പോയെന്നും പിന്നീട് രാവിലെ എഴുന്നേറ്റപ്പോൾ കാണുന്നത് കാൽ അറ്റുപോയ നിലയിലായിരുന്നു എന്നുമാണ്. ഇതിനു പിന്നാലെ വീട്ടുകാർ സംഭവം പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസിനോടും യുവാവ് ഇത് തന്നെയാണ് ആവർത്തിച്ചത്. MBBS പ്രവേശന പരീക്ഷയ്ക്കായി രാത്രി വൈകിയും പഠിക്കുമ്പോൾ ലൈറ്റ് ഓഫ് ആക്കാത്തതിന്റെ പേരിൽ തനിക്ക് ഭീഷണിയുണ്ടായിരുന്നുവെന്നും യുവാവ് പോലീസിനോട് പറഞ്ഞു. സംഭവത്തിൽ പോലീസ് കൊലപാതക ശ്രമത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ യുവാവിന്റെ മൊഴിയിലെ ചില കാര്യങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് തോന്നിയ സംശയമാണ് സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുത പുറത്തുകൊണ്ടുവരുന്നത്. CCTV ദൃശ്യങ്ങളും മറ്റുമെല്ലാം പോലീസ് പരിശോധിച്ചുവെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. കൂടാതെ ആക്രമണം നടന്നുവെന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയ പരിശോധനയിലും ആരുടെയും സാന്നിധ്യവും പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല. എന്നാൽ സൂരജിന്റെ മുറി വിശദമായി പരിശോധിച്ചതിലൂടെ പോലീസിന് അവിടെ നിന്നും അനസ്തേഷ്യ സൂചികളും സിറിഞ്ചുകളും ഒരു കട്ടിംഗ് മെഷീനും ഒക്കെ ലഭിച്ചു. ഇവിടെ നിന്നും പോലീസിന് ലഭിച്ച സൂരജിന്റെ ഡയറിയാണ് സംഭവത്തെക്കുറിച്ച് കൂടുതൽ സൂചനകൾ പോലീസിന് നൽകിയത്. ഇതിനു പിന്നാലെ സൂരജിനെ വിശദമായി ചോദ്യം ചെയ്തതോടെ ഇയാൾ എല്ലാം വെളിപ്പെടുത്തുകയായിരുന്നു. ജോൺപൂരിലെ ഖാലിപ്പൂർ സ്വദേശിയായ സൂരജ് അമ്മയോടൊപ്പമാണ് താമസിച്ചിരുന്നത്. സൂരജ് കഴിഞ്ഞ നീറ്റ് പരീക്ഷകളിൽ 2 തവണ പരാജയപ്പെട്ടിരുന്നു. ഇതോടെ വിഷാദത്തിലായ യുവാവ് ഏതു വിധേനയും ഇത്തവണ MBBS പ്രവേശനം നേടുമെന്ന വാശിയിലായിരുന്നു. 2026 ഏതു വിധേനയും ഞാനൊരു MBBS സീറ്റ് നേടുമെന്ന് ഇയാൾ ഡയറിയിൽ എഴുതി വയ്ക്കുകയും ചെയ്തിരുന്നു. ഇതിനായി ഭിന്നശേഷിക്കാർക്കുള്ള റിസർവേഷൻ ക്വാട്ടയിലൂടെ കയറിക്കൂടാൻ വേണ്ടിയാണ് യുവാവ് സ്വന്തം കാൽ മുറിച്ചുമാറ്റാനായി തീരുമാനിച്ചത്. സ്വയം അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ച ശേഷം കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് കാൽ മുറിച്ചുമാറ്റുകയായിരുന്നു എന്നാണ് യുവാവ് വെളിപ്പെടുത്തിയത്. കുടുംബത്തിന്റെ പ്രതീക്ഷകൾ കാക്കാനുള്ള സമ്മർദ്ദവും തുടർച്ചയായ പരാജയങ്ങളും ഇയാളെ മാനസികമായി തളർത്തിയിരിക്കാമെന്നാണ് പോലീസ് പറയുന്നത്. സ്വന്തം ശരീരം അംഗഭംഗം വരുത്താൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള മത്സരബുദ്ധി ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയുടെ പരാജയമാണെന്ന് സാമൂഹിക പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ സംഭവം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രവേശന പ്രക്രിയയിലെ പോരായ്മകളെക്കുറിച്ചും വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന കടുത്ത മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചും വലിയ ചർച്ചകൾക്കാണ് വഴിവെട്ടിയിരിക്കുന്നത്.